എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഇതൊരു എഗ്ലെസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ആണ്. അപ്പോൾ മുട്ടയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അത് നമുക്ക് എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എഗ്ലെസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് അധികം തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കണമെന്ന് വെച്ചാൽ 1/4 കപ്പോളം കൊക്കോ പൗഡറാണ്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മാറിപ്പോകരുത്, കറക്റ്റ് ആയിട്ടുള്ള അളവ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏകദേശം ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അളവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഇങ്ങനെ അരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലായിടത്തും എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. നിങ്ങളിത് 1-2 പ്രാവശ്യമാണ് അരിക്കണമെന്ന് വെച്ചാൽ അരിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തത്തില്ല. അങ്ങനെ എല്ലായിടത്തും എത്തിയില്ലെങ്കിൽ നമുക്ക് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതേപോലെ 3 പ്രാവശ്യം അരിക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഞാനത് അരിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പോളം കട്ട തൈര് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കുള്ളത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ട തൈരിന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൽ ഒട്ടും തന്നെ പുളിയും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സിന് ശേഷം ബാക്കി പകുതിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാകും. നമ്മൾ കറക്റ്റ് 1 കപ്പൊക്കെ എടുത്താൽ മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര മുഴുവൻ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തന്നെ നമ്മൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കണം. നമ്മൾ കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത് കേട്ടോ. അങ്ങനെ കോക്കനട്ട് ഓയിലൊക്കെ എടുത്താൽ നമ്മുടെ കേക്കിന് ആ ഒരു രുചി ഉണ്ടാവും. അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തൈരും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും പിന്നെ ഈ ഒരു ഓയിൽ നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വാനില എസൻസ് ഒട്ടും തന്നെ കളറില്ലാത്തതാണ്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിത് മുഴുവൻ ഇതിലേക്ക് ചേർക്കുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ കട്ട് ചെയ്യാവുന്നുണ്ടാകും. കുഴപ്പമില്ല. നമുക്കതിലേക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് കുറച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് ഇട്ടാൽ കട്ട ഫോം ചെയ്യും. അതുകൊണ്ട് കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഒരേ ഡയറക്ഷനിൽ ഇളക്കണം. നമ്മളിങ്ങനെ കുത്തി ഇളക്കല്ല, അതിൽ ഓവർ ബബിൾസും ഫുബ്ജിയും അതുപോലെ തന്നെ കട്ടകൾ നമ്മുടെ ഈ ഒരു മൈദപ്പൊടിയൊക്കെ കട്ടയിട്ട് അതിൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ല തിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാലല്ലെങ്കിൽ വെള്ളം എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിൽ പാലില്ലാതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാൽ ചേർക്കാമെന്ന് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ചെറു ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്ന വരെ നമുക്കിതിലേക്ക് വെള്ളമോ അതായത് പാലോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചധികം തന്നെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ മുഴുവൻ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ തന്നെ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണതാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി വീണ്ടും കിട്ടിയിട്ടില്ലെന്നാണെങ്കിൽ
വീണ്ടും വെള്ളമോ അല്ലെങ്കിൽ പാലോ നിങ്ങൾ ഏതാണ് ചേർക്കുന്നത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്യുന്ന ഇടക്കായിട്ട് ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് കേക്ക് അത്ര നന്നായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്കിന് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലും അതുപോലെ തന്നെ നടുക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് ബാറ്റർ മുഴുവൻ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മുഴുവൻ ബാറ്ററും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു എയർ ബബിൾസൊക്കെ പോയി കിട്ടത്തുള്ളൂ. അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ട് ഇത് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഒരു 20 തൊട്ട് 25 മിനിറ്റിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. എന്നിട്ട് അതിലൊന്നും തന്നെ പിടിച്ചിട്ടില്ലെന്നാണെങ്കിൽ നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കൂളാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കേക്ക് നല്ലപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അതിനായിട്ടൊരു പാത്രം കമത്തി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കേക്ക് ടിൻ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. സൈഡിലും അതുപോലെ തന്നെ മുകളിലൊക്കെയുള്ള ബട്ടർ പേപ്പർ എല്ലാം തന്നെ എടുത്ത് മാറ്റുക. അതിന് ശേഷം നമുക്കിത് ലെയറായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടോപ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ലെവൽ ചെയ്ത് മാറ്റുന്നതാണ്. അതിന് ശേഷം ഞാനൊരു കേക്ക് 2 ലെയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് 2 ലെയറായിട്ട് മുറിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറായിട്ട് മുറിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ നല്ല തിക്കായിട്ടുള്ള 2 ലെയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ടൊരു നൂലോ അല്ലെങ്കിൽ ട്വൈൻ ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും പറ്റും. പിന്നെ നല്ല ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് ആ ഒരു കേക്ക് ലെയർ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് 1/2 കപ്പ് തികഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3/4 കപ്പോളം എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് എടുത്തിട്ട് പിന്നീട് ഞാൻ കുറച്ചും കൂടി വിപ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലപോലെ തന്നെ ഒന്ന് വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിട്ടതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡറിന് പകരമായിട്ട് ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനത് ഫുള്ളും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 3/4 ഭാഗമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചേർത്തതിന് ശേഷം ഒരു ചെറിയൊരു കയ്പ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ച് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു നോസിൽ സാധാ റൗണ്ട് ഷേപ്പിലുള്ള നോസിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വിപ്പിംഗ് ക്രീം നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് നല്ലപോലെ തന്നെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം മുഴുവൻ തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളത് നല്ലപോലെ തന്നെ ഒന്ന് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേൺ ടേബിളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ബോർഡിൽ ഒരല്പം വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കേക്ക് അതിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനൊരു കേക്ക് ലെയർ ആദ്യത്തെ കേക്ക് ലെയർ ഞാൻ ഇതേപോലെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഒന്ന് അലിപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലപോലെ തന്നെ തണുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അതായത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയറിലേക്ക് ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൈഡിലേക്കൊക്കെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെൻറ്ററിൽ മാത്രം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് സെൻറ്ററിലായിട്ട് ഇതേപോലെ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുള്ള ഒരു വിപ്പിങ്ങിൽ നമുക്ക് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ നടുക്ക് മാത്രം വിപ്പിങ്ങിന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു പാൽ നൈഫ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് ലെവലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ സൈഡിൽ ഇതേപോലെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത കേക്ക് ലെയർ, അതായത് ലാസ്റ്റ് കേക്ക് ലെയർ നമുക്ക് വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്താൽ നമ്മൾ കേക്ക് ലെയർ കറക്റ്റായിട്ട് തന്നെ വെച്ചെടുക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ ആ ഒരു ഡിസൈന് അങ്ങോട്ട് നന്നായിട്ട് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാവുന്നതാണ്. അത് നമ്മൾ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലും കൂടി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ സിറപ്പും ഞാനിതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ മാത്രം ഇതേപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിൽ നേരത്തെ ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പാലറ്റ് നൈഫ് ഇല്ലെന്നാണെങ്കിൽ സാധാ കത്തിയുടെ ബാക്ക് വശം ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഡിസൈന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ പാടൊന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ മുഴുവനും സൈഡിൽ ഇതേപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം അത് പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നടുക്ക് മാത്രമായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, എന്നാലും ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സാധാ കത്തി അല്ലെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രീസർ വെച്ചൊന്ന് ഹാർഡാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇനി ഇടാവുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു സ്പഞ്ചൊക്കെ നല്ലപോലെ തന്നെ ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.